47 അധ്യായം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അവതരിച്ച അധ്യായം മുഹമ്മദ് 47 അധ്യായത്തിന്റെ 36. അല്ലാഹ് പറഞ്ഞ വാക്കൊന്ന് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാഹ് പറഞ്ഞ വാക്കെന്തറിയോ? വഇൻ തതവല്ലൂ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും സുമ്മ ലാ യകൂനൂ അംസാലകും. നിങ്ങൾ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ ദീന് വിട്ട് നിങ്ങൾ പുറകോട്ട് പോവുകയാണെങ്കിൽ, നിങ്ങളല്ലാത്തൊരു ജനതയെ അവൻ പകരം കൊണ്ടുവരുന്നതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഏതേത് നിയമങ്ങളെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്, ഏതേത് നിയമങ്ങളെയാണോ നിങ്ങളുടെ ദീനിൽ നിന്ന് മാറ്റിവെക്കുന്നത്, ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നത്, റബ്ബ് പഠിപ്പിച്ച ഒരു സംഗതി നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ? നമ്മൾ നമസ്കരിക്കുന്നില്ലേ എങ്കിൽ അള്ളാഹു നമസ്കരിക്കുന്ന ഒരു ജനവിഭാഗത്തെ പകരം കൊണ്ടുവരും. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നില്ലേ എങ്കിൽ അള്ളാഹു സക്കാത്ത് കൊടുക്കുന്ന ഒരു വിഭാഗത്തെ പകരം കൊണ്ടുവരും. നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നില്ലേ എന്നാൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരു ജനവിഭാഗത്തെ അല്ലാഹു പകരം കൊണ്ടുവരും. നമുക്ക് ഉംറക്കും ഹജ്ജിനും ദിക്റിനും സ്വലാത്തിനും തസ്ബീഹിനും തഹ്ലീലിനും സമയമില്ലേ? നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നില്ലേ എങ്കിൽ ഇതൊക്കെ അനുഷ്ഠിക്കാൻ താല്പര്യമുള്ള ഒരു ജനവിഭാഗത്തെ അല്ലാഹു പകരം കൊണ്ടുവരും. വല്ലാത്തൊരു പദമാണ്. എന്നിട്ട് അവർ നിങ്ങളെ പോലെ ആയിരിക്കുകയില്ല. അവർ റബ്ബിന്റെ നിയമങ്ങളെ സ്വീകരിക്കുന്നവരാ, റബ്ബ് പഠിപ്പിച്ച നിയമങ്ങളെ കൊണ്ടുവരുന്നവരാ, റബ്ബ് പാടില്ലെന്ന് പറഞ്ഞ നിയമങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാത്തവരാ. വല്ലാത്തൊരു പദാട്ടോ അല്ലാഹ് പറഞ്ഞു. നമ്മളെ പോലെ ആവില്ല. അള്ളാന്റെ ദീന് മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗാവുന്നു പഠിച്ചു പകരം കൊണ്ടുവരുന്നവര്. നമ്മളെ പോലെ ആവില്ല. നമ്മളിപ്പോ എങ്ങനെ അറിയോ? ചിലതിലൊക്കെ എടുക്കും, ചിലതിലൊന്നും എടുക്കൂല. അങ്ങനെ നമ്മളെ ദീനിപ്പോ അവനവമത. നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യത്തിൽ ഭയങ്കര വാശിയോ, കണ്ടോ ആൾക്കാര് കണ്ടോ, അങ്ങനെയല്ലേ. ചില ആള് കള്ളുടിക്കണേനെതിരാവും. എന്താ നാട്ടിലൊക്കെ കള്ളുടിയന്മാരാണ്. മൂപ്പര് ഇരിക്കണോടത്തൊക്കെ ഒരു പുക അങ്ങനെ പൊന്തും. മൂപ്പർക്ക് ബീഡിവലിനോടായിരിക്കും വലിയ ഹരം. അതിനോട് മാത്രം മൂപ്പർക്ക് വലിയ പ്രതിപത്തി ഒന്നും ഉണ്ടാവില്ല. വേറൊരാൾക്ക് ബീഡിവലിനോട് ദേഷ്യം ഉണ്ടാവുക, പുകവലിനോട്. അയാൾക്കോ സിനിമ കാണാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മളെ മനുഷ്യരെ അവസ്ഥ. അങ്ങനെ മുസ്ലിങ്ങളെ കൂട്ടത്തിലെ അവസ്ഥ പറഞ്ഞത്. അതുകൊണ്ട് ഒരുത്തരം ഒന്നിനെ വിമർശിക്കേണ്ടി ഓൻ്റെ അടുത്ത് വേറൊന്നുണ്ടാവും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, എനിക്ക് തോന്നി ആയത്ത് കേട്ടപ്പോ എനിക്ക് തോന്നിയൊരു സംഗതി അറിയാം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ദഅ്വാ പ്രവർത്തനം നടത്താൻ വേണ്ടി വിളിച്ചു കൂട്ടിയാൽ ആൾക്കാരുണ്ടാവില്ല. ഇപ്പൊ എത്ര ആളുണ്ട്? അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നമ്മയൊക്കെ സ്വർഗ്ഗരാജ്യത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.